ത്രിയേക ദൈവത്തിനു സ്തുതി. വചനപുലരിയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രഭാതചിന്തയ്ക്കായി എടുക്കുന്ന വചനം അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 18-ാം തിരുവചനമാണ്. ഈ വചനം എന്നെ ഏറെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം ഏറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് കഴിയുമല്ലോ. ഈ വചനത്തിൽ പറയുന്നത് ഈ ലോകത്തിൽ ജനിച്ച് മരിച്ചിട്ടുള്ള മനുഷ്യരായി ജനിച്ച് മരിച്ചിട്ടുള്ള എല്ലാവരേക്കാളും പാടുപീഡകൾ സഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം, നസ്രായനായ യേശു. അങ്ങനെ എല്ലാ പീഡകളും സഹിച്ച ഈ യേശുവിന് നമ്മുടെ ഈ ചെറിയ പീഡകളൊക്കെ തുച്ഛമാണ്. അപ്പോൾ നമ്മുടെ ഈ പാടുപീഡകളൊക്കെ നമ്മൾ സഹിക്കുമ്പോൾ ഓർക്കണം, ഇതിനേക്കാൾ എത്ര ഉപരി സഹിച്ച നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിലേക്ക് നമുക്ക് അടുത്തിയല്ലാം. എങ്ങനെയാണ് ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. അത്രയും പീഡ സഹിച്ചതോ പരീക്ഷിക്കപ്പെടുകയോ ചെയ്ത ആരും ഈ ഭൂമിയിൽ ജനിച്ച് ഇന്നുവരെ മരിച്ചു പോയിട്ടില്ല. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം പാടുപീഡകളെല്ലാം സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആരൂഢനായിരിക്കുന്നു. നമുക്ക് ആ ദൈവത്തോട് ചേർന്നിരുന്ന് സന്തോഷിക്കാം, സമാധാനിക്കാം. എല്ലാവരും ഈ വചനത്താൽ അനുഗ്രഹീതരാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.